എന്തൊക്കെ മേളമായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്ക് അപ്പോഴേ തോന്നി The greatest of all time, God. യുവാൻ ശങ്കർ രാജ, എൻ എസ് ശങ്കർ രാജ, പണി വെച്ചിരിക്കുന്ന രാജ. കറക്റ്റ് അങ്കേ തുപ്പിട്ടാണേ. ഗോഡ് പ്രഭു, വെങ്കിട്ട് പ്രഭു, റൈറ്റർ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഇതുപോലുള്ള കോമാളി വേഷങ്ങൾ എടുത്ത് തെരഞ്ഞെടുത്ത് ചെയ്യുക എന്നുള്ളത് വിജയ അണ്ണയ്ക്ക് ഒരു ഹോബിയാണെന്ന് തോന്നുന്നു. അതായത് സിനിമ ആരംഭിക്കുമ്പോൾ തന്നെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയായി കാണിക്കുന്നേ. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ സോങ്ങിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് എന്താണ് വയ്യേ? ഈ കോമാളി കൂട്ടങ്ങൾക്ക് പറ്റിയ പാട്ട് എന്തൊക്കെയായിരുന്നു. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. കുറച്ചു കാലങ്ങളായിട്ട് അനിരുദ്ധ് ചെയ്തു വരുന്ന ഒരു സ്കെയിലുണ്ട്, ഒരു ലെവൽ ഓഫ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഉണ്ട്. അതിൻ്റെ ഒന്ന് 7 അയലത്ത് യുവാന് ചെയ്യാൻ പറ്റിയിട്ടില്ല. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. മങ്കാത്തിലേക്ക് വെങ്കട് പ്രഭുവിന് വേണ്ടിയിട്ട് ചെയ്തത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഒന്നുമില്ല. പിന്നെ വിജയ അണ്ണയുടെ കോമഡീസാണ്. എന്താ ഉറക്കം വരുന്നു. വെള്ളമടിച്ച് കയറി വന്നിട്ട് കാണിക്കുന്ന കോമഡി, വെള്ളമടി നിർത്തുന്ന കോമഡി, ഭക്തിമാർഗം കോമഡി. പ്രഭുദേവയും പ്രശാന്തും വിജയ അണ്ണയും കൂടെ ചേർന്നിട്ടുള്ള കോമഡി, റീൽസിലൊക്കെ ഉള്ള പോലത്തെ കോമഡീസൊക്കെ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ കോമഡി? എന്ത് കോമഡി ഇത്? എന്ത് കോമഡി അത്? ഇങ്ങനെ കോമാളിത്തരം കോമഡി ആയിട്ട് ഇങ്ങനെ. അതിനിടയ്ക്ക് പിന്നെ കെനിയയിൽ ഒരു ഓപ്പറേഷൻ, ഞാൻ പറഞ്ഞ ഈ ആൻറ്റി ടെറർ സ്ക്വാഡാണല്ലോ, ഇപ്പോൾ അവർക്കൊരു അണ്ടർ കവർ പരിപാടി ഓപ്പറേഷൻ കിട്ടിയല്ലോ. അങ്ങനെ ഈ ആൻറ്റി ടെറർ സ്ക്വാഡിലേക്ക് അതാ വരികയാണ്. ഈ 16 വർഷം കഴിയുമ്പോൾ പ്രായമായല്ലോ. പ്രായ സമയത്ത് വിജയുടെ ബിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ താമസിക്കുകയാണെങ്കിൽ എന്നെ ഒന്ന് അന്വേഷിക്കണം. ഈ ഷോക്കടിച്ച് ചത്ത കാക്കയുടെ മുകളിൽ മുട്ടയുടെ വെള്ള തയ്ക്കുക, എന്നിട്ട് ഉണക്കിയെടുത്ത് എങ്ങനെയുണ്ട് അതുപോലത്തെ ബിഗും വെച്ചിട്ട് അയ്യോ കാണുമ്പോൾ ചിരി നിർത്താൻ പറ്റുന്നില്ല. സത്യം പറയാലോ, ഈ ആരാധകരൊക്കെ എങ്ങനെ കണ്ടിരിക്കുന്ന പോലെ ഇത് വിജയ അണ്ണ ദളപതി ആരാധകർ കണ്ടത് കണ്ടു, ഇനി കാണരുത്. അതങ്ങനെ நாம் யாருக்கு என்ன தீங்கு செய்தோம்? நமக்கு மட்டும் ஏன் இப்படி எல்லாம் நடக்கிறது? കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഞാൻ പോകുന്നു. ബൈ ബൈ.